കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സുഖം എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ്, ഡിസ്ചാർജ് ആയിട്ടില്ല. അപ്പോൾ ഒന്ന് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പോകുന്നതാ കേട്ടോ. ഇന്നലെയൊക്കെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഒന്ന് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വിഷു ഈ വർഷം ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. എന്തൊക്കെ ആവട്ടെ, സമാധാനമായിട്ട് ഇരുന്നാൽ മതി. നമ്മൾ വിഷുവും കാര്യങ്ങളൊന്നും ആഘോഷിച്ചില്ലെങ്കിലും അല്ലേ. അപ്പോൾ അവനിക്കുട്ടിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. അവനിക്കുട്ടി എപ്പോഴെപ്പോഴും അന്വേഷിക്കും. അതുപോലെ നമ്മുടെ നിക്കിയാണെങ്കിലും ഇവയാണെങ്കിലും എപ്പോഴും ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരും, ഓട്ടോ വിളിച്ച് തിരിച്ചോടി പോവാണ്. അപ്പോൾ ഓട്ടോയുടെ ശബ്ദം കേട്ടാൽ ഇവ പറയും ജ്യോതിയമ്മ വരുന്നുണ്ട്, ജ്യോതിയമ്മ വരുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, കുട്ടികൾക്ക് പാവം അറിയില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഇവ എന്നോട് വന്നപ്പോൾ ചോദിക്കുക, ജ്യോതിയമ്മ ജ്യോതിയമ്മ അച്ചമ്മ അച്ചമ്മ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചമ്മയ്ക്ക് വാവാണ് കണ്ണാ, ഇഞ്ചക്ഷൻ കുത്താൻ പോയേക്കുക പറഞ്ഞു. അപ്പോൾ ശരി. അപ്പോൾ എനിക്ക് മനസ്സിലാവാതെ ഇത്ര വീണ്ടും മോള് ചോദിക്കുക, അച്ഛ ജ്യോതിയമ്മ രാധമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ട്. മുഴുവനായിട്ട് സമാധാനമായത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് എന്താ ഏതാ ഒന്നും അറിയില്ല. നമ്മൾ പറഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതെല്ലാം മനസ്സിലാക്കുള്ളൂ. ഡോക്ടർ വന്ന് ചോദിച്ചാൽ ആദ്യമൊന്നും വിടില്ല. അത് കഴിഞ്ഞ് ഡോക്ടറോട് ചിരിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡോക്ടർക്ക് അറിയുന്ന കാരണം പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ അന്തം വിട്ട് പോകും. ചിലപ്പോൾ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചിന്തിക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. സാധാരണ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് അവർക്ക് ട്രിപ്പ് ഇട്ടുമോ അല്ലെങ്കിൽ ആ ട്രിപ്പ് പോണത് നോക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം നമ്മൾ എടുത്തു കൊടുത്താൽ അവർ കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവർ കേൾക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു കുഞ്ഞു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നലെ സ്കാനിങ് ചെയ്തു, അതുപോലെ ഇന്ന് എക്സ്റേക്ക് പോയി. അപ്പോൾ എക്സ്റേ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓട്ടുപാറ വന്നിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അയ്യോ എനിക്ക് കഷ്ടത്തിൽ എട്ടും തിരിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ ഓട്ടുപാറ വന്നു എക്സ്റേ എടുക്കാനായിട്ട്. അവരെ ഒരുവിധം എത്തിക്കണ്ടേ നമുക്ക് അവിടേക്ക്. അത് കഴിഞ്ഞ് എക്സ്റേ ടേബിളിലേക്ക് കയറ്റി കിടത്താനായിട്ട് ഞാൻ ഒരുപാട് പ്രയത്നിച്ചു. ഒന്നും പറയണ്ട, എനിക്ക് വയ്യാതെയാവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നും ഒന്നും വേണ്ടാന്ന്. എല്ലാവരോടും എക്സ്റേ എടുത്തു സ്കാനിങ് ചെയ്തു എന്ന് പറയുമ്പോൾ ആർക്കും അതത്ര ഒരു ഇതായിട്ട് തോന്നില്ല. എക്സ്റേ എടുത്തു സ്കാനിങ് ചെയ്തു അത്. പക്ഷേ എൻ്റെ ഈ ബുദ്ധിമുട്ട് എനിക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ശാരീരികമായിട്ടും വയ്യ, മാനസികമായിട്ടും വയ്യ. പിന്നെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിൽ യൂറിനറി ഇൻഫെക്ഷൻ, നമ്മൾ യൂറിൻ കൾച്ചറിന് കൊടുത്തു, ബ്ലഡ് കൾച്ചറിന് കൊടുത്തു. ഡോക്ടർക്കും ടെൻഷനായി, പെട്ടെന്ന് അങ്ങോട്ട് ക്രിയാറ്റിൻ കൂടി. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, എന്താ അവർക്ക് ഇങ്ങനെ ക്രിയാറ്റിൻ കൂടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഡോക്ടർക്ക് സംശയം തോന്നിയത്. കിഡ്നി സ്റ്റോൺ അമ്മയ്ക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കിഡ്നിയിലും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ രാത്രിയിൽ വയറിൻ്റെ ഒരു സൈഡ് വേദനിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കിഡ്നി സ്റ്റോണിൻ്റെന്ന് എനിക്ക് മനസ്സിലായി, കാരണം എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പിന്നെ പെയിൻ കില്ലർ ഒന്നും കൊടുത്തില്ല. ട്രിപ്പ് ഇട്ടിട്ട് നമ്മൾ പിറ്റേ ദിവസം പോകുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പോകലും വരലും 2-3 ദിവസം അഡ്മിഷൻ ആവലുമായിട്ട് അങ്ങനെ പോന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഓടേണ്ടത് എപ്പോഴാണ് വരേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ പഴയ പോലെയല്ല. ചെറിയൊരു വേദന വന്നാൽ പോലെ അമ്മ ഉറക്ക കരയും കുട്ടികളെ പോലെ. പിന്നെ ഡ്രിപ്പിന് നമ്മൾ ക്യാനിൽ കുത്തുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ക്യാനിൽ കുത്താനായിട്ട് ഇപ്പോൾ ഈ 1 വർഷമായിട്ട് ആൻറ്റിബയോട്ടിക് ചേർന്നുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമുക്ക് വേനൊന്നും കിട്ടണില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇടുന്ന ക്യാനിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ബൾജാവണം, കയ്യൊക്കെ ഇളക്കുകയാണ്, അറിയണില്ല, ഓർമ്മയില്ല, കൈ അങ്ങോട്ട് ഇതൊക്കെ ഇളക്കിയിട്ടൊക്കെ അങ്ങനെയായിട്ട് ഒന്നും പറയണ്ട ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടിയത് ഈ കിഡ്നി സ്റ്റോണുള്ള കാരണം പേടിക്കണ്ട, അത് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ കിഡ്നിക്ക് ചെറിയൊരു നീർക്കെട്ട് പോലെ വരികയാണ്, അപ്പോൾ അതുകൊണ്ടുണ്ടായതാണ്, പേടിക്കാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യും, എവിടേക്ക് ഓടും എന്നുള്ള പേടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേടിക്കണ്ട, നമുക്ക് നാളെ ഒന്നും കൂടി എക്സ്റേ എടുത്ത് നോക്കാം. അപ്പോൾ ഇന്നൊക്കെ ക്രിയാറ്റിൻ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡോക്ടർ പറഞ്ഞു നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എക്സ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഡിസ്ചാർജ് അല്ല. ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കിയിട്ട് വിടാം, അല്ലെങ്കിൽ കൊണ്ട് ഓടിയിട്ട് എപ്പോഴും ഓടി വരണ്ടേ, കുട്ടിക്കിനല്ലത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ചാർജ് ആയിട്ടില്ല, ഹോസ്പിറ്റൽ തന്നെയാണ്. ഞാനൊന്ന് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിടണം, അതുപോലെ ഒന്ന് കുളിക്കണം, ഒരു 10 മിനിറ്റ് ഒന്ന് ഉറങ്ങാനല്ല,
എന്നാലും ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാനായിട്ട് അപ്പോൾ വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ കിടക്കാൻ എനിക്ക് പറ്റില്ല, പകലങ്ങനെ കിടന്ന് ശീലമില്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ കുറച്ച് നേരം ഫാൻ ഇട്ടിട്ട്, അമ്മയ്ക്ക് ഫാൻ ഇട്ടാൻ പറ്റേയില്ല കേട്ടോ. രാത്രിയൊക്കെ ഞാൻ ഉഷ്ണിച്ച് രാവിലെ ആകുമ്പോഴത്തേനും എന്നെ തന്നെ വയർത്തെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നും. കാരണം അത്രയ്ക്ക് ചൂടും ഇതൊക്കെയല്ലേ. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഫാൻ കൂടുതലായിട്ട് ഇടാനും പറ്റില്ല. പുതച്ചിട്ടാണ് കിടക്കണത്. എല്ലാവരും ചിരിക്കും വന്നിട്ട് ഇപ്പോൾ തണുപ്പാ ചൂടാ, അപ്പോൾ ചോദിക്കുമ്പോൾ പറയും തണുപ്പാത്ര. അപ്പോൾ ആൾക്ക് ഫാന് പറ്റില്ല. അങ്ങനെയുള്ള ആളുടെ കൂടെ ഞാൻ എങ്ങനെ കിടക്കും? അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് സമയം ഒന്ന് ഫാൻ ഇട്ടിട്ട് കിടന്നാൽ 1 മണിക്കൂറെ പറ്റുള്ളൂ വെച്ചാലും അത് നല്ലൊരു കാര്യം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ വെച്ചിട്ട് വന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വിശേഷമായിട്ട് വരാം. വേഗത്തിൽ നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വരിക മാത്രമല്ല, ഒരു മനസ്സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയാൽ മതി എന്ന് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ മുപ്പിട്ട് വ്യാഴവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കൃഷ്ണനോട് ഞാൻ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നിന്നോട് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ നിനക്ക് അറിയണതല്ലേ, എന്താണ് എൻ്റെ ഇഷ്ടത്തിൽ നീ അതുപോലെ നടത്തിത്താൽ, അതൊക്കെ ഞാൻ എന്താ പറയാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അത്രയ്ക്ക് ഞാൻ മാനസികമായിട്ട് തളർന്നു, ശാരീരികമായിട്ടും വയ്യാതെയായി. എൻ്റെ ഈ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പറ്റണില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അമ്മേനൊന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബെഡിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒന്ന് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒക്കെ അവർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് തന്നു കേട്ടോ, എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും ബെഡിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒന്ന് പൊക്കിയെടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് വയ്യാതെയാവുകയാണ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് പിന്നീട് വരാം കേട്ടോ.